നമസ്കാരം. വാർത്തകൾ ഇതുവരെ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുന്നറിയിപ്പൊന്നുമില്ലാതെ കേരളത്തിലും ആരംഭിച്ചു. ബീഹാറിൽ വിവാദത്തിനിടയാക്കിയ ഈ പരിഷ്കരണമനുസരിച്ച് BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ മണിപ്പൂരിലെത്തി. വംശീയ പ്രക്ഷോഭത്തിൽ ഏറെ ജീവനാശം നേരിട്ട മണിപ്പൂരിൽ പ്രധാനമന്ത്രി 7000 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഗവർണർ അജയ് കുമാർ ഭല്ല പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തൃശൂരിൽ CPM ജില്ലാ നേതാക്കളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള DYFI ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണത്തിന്മേൽ പാർട്ടി നടപടികൾ തുടങ്ങി. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനെ തടയാൻ ജലാശയങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം വെങ്ങാനൂർ പഞ്ചായത്ത് വേഗം കൂട്ടി. ഇതിനിടെ ജലജന്യ രോഗങ്ങളെ നേരിടാനുള്ള കർമ്മ പദ്ധതികളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ശക്തമാക്കി. തുടർച്ചയായ 8ാം മാസവും കേരളം വിലക്കയറ്റത്തിൽ 1ാം സ്ഥാനത്ത് തുടരുന്നുവെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുദ്ധരിച്ചാണ് BJP അധ്യക്ഷന്റെ ആരോപണം. ജനവാസ മേഖലയിലെത്തുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പെട്ടെന്ന് അനുമതി നൽകാനുള്ള നിയമ ഭേദഗതിക്ക് അംഗീകാരം. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുത്തത്. അഞ്ചൽ കരുക്കോൺ സ്വദേശി ആവണി എന്ന പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പായി. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായെന്നും കഴിഞ്ഞ 2.5 മണിക്കൂറായി ഹൃദയം ആരോഗ്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നും ഡോക്ടർമാർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ആവണിയെ യാത്രയാക്കാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. വാട്സപ്പ് അക്കൗണ്ടിൽ അതിക്രമിച്ചു കയറിയുള്ള തട്ടിപ്പുകൾക്കെതിരെ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ പോലീസ് ഓർമ്മിപ്പിച്ചു. സംശയാസ്പദമായ ലിങ്കുകൾ, സന്ദേശങ്ങൾ ഇതിനൊന്നും പ്രതികരിക്കരുതെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ 1930 1930 എന്ന നമ്പറിൽ അറിയിക്കാം. cybercrime.gov.in വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന ഗതാഗത വകുപ്പ് ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി. ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ആക്കി. ജയിക്കാൻ 18 ഉത്തരങ്ങൾ ശരിയാക്കണം. ആദ്യം മോക്ക് ടെസ്റ്റ് നടത്തും. MVD ലീഡ് എന്ന ആപ്പ് വഴിയാവും ടെസ്റ്റ്. മാന്ത്രികന്മാരായ കുഞ്ചമൺ കൊറ്റയും കൈപ്പുഴത്തമ്പാനും മറ്റപ്പള്ളിയും കല്ലന്തൂരും കൂടെയുണ്ട്. മികച്ചേരിപ്പട എന്തുകൊണ്ടും മികച്ചത് തന്നെ. പടമടിച്ച് പത്രത്തിൽ ചെന്നപ്പോ പട്ട കൊടുത്തി പട വന്ന പോലെ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല. അതാണ് മറയ്ക്കാപ്പട. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ കൂട്ടത്തിൽ എന്തിനാണ് ഈ സോവിയറ്റ് പട്ടാളത്തിന്റെ അണികൾ വന്നു ചേർന്നു എന്നുള്ളതാണ്. ചതിപ്പയറ്റ് നടത്താൻ മാന്ത്രികന്മാരായ കുഞ്ചമൺ കൊറ്റയും കൈപ്പുഴത്തമ്പാനും മറ്റപ്പള്ളിയും കല്ലന്തൂരും കൂടെയുണ്ട്. മികച്ചേരിപ്പട എന്തുകൊണ്ടും മികച്ചത്. നടീനടന്മാരുടെ അപാരമായ അഭിനയ സാധ്യതയും വ്യത്യസ്തമായ അവതരണ രീതിയും വിവിധ സങ്കേതങ്ങളും ഒത്തുചേർന്ന നാടകം നന്മയിൽ ജോൺ കിഹോത്തെ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ അരങ്ങേറി. 2 മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള നാടക അവതരണത്തിന് നിറഞ്ഞ സദസ്സായിരുന്നു. തമ്പ് തിയേറ്റർ അക്കാദമി സംഘടിപ്പിച്ച നാടകം അത്ലറ്റ് സ്പോർട്ടിസ് തിയേറ്റർ സ്പേസ് പാലക്കാട് ആണ് സംഘടിപ്പിച്ചത്. സംവിധാനം അലിയാർ അലി. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ 93 റൺസിന് ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.